Hi guys, welcome back to my YouTube channel. This is Biju. ഇന്ന് ഞങ്ങൾ ഫാമിലിയോടെ ഒരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തു, മൂന്നാർ വട്ടവട. അപ്പോൾ അതിലേക്ക് എല്ലാ എൻ്റെ വ്യൂവേഴ്സിനും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ. ശരിക്കും ഈ കേരള ജനത നമ്മൾ ഏകദേശം 3-3.25 കോടി ആൾക്കാരിൽ എത്ര പേര്, എത്രയധികം ശതമാനം ആൾക്കാർ നമ്മൾ മൂന്നാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതാണ് ശരിക്കും കാശ്മീരിനെ വെല്ലുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ ശരിക്കും. നിങ്ങൾ കാരണം പല ആൾക്കാരെ എനിക്കറിയാം, ഫ്രണ്ട്സ് ആണെങ്കിലും യൂറോപ്പിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്നു. അപ്പം നമ്മൾ മൂന്നാറിനെ മറന്നിട്ടാണ് എല്ലാ ആൾക്കാരും, അതായത് ഈ യൂറോപ്പ് കൺട്രീസിലോട്ടും അതർ കൺട്രീസിലോട്ടും അതർ സ്റ്റേറ്റ്സിലോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്നത്. കണ്ടോ എത്ര മനോഹരമായ സ്ഥലമാണ് അത്. രണ്ട് സൈഡിലും കണ്ണന്തേവൻ ടീ എസ്റ്റേറ്റാണ് ഈ കാണുന്നത്, രണ്ട് സൈഡിലും. പിന്നെ പൈൻ മരങ്ങളുണ്ട്. പൈൻ മരങ്ങളുടെ ഒരു നല്ലൊരു ഏരിയ തന്നെയുണ്ട്. പിന്നെ മൊട്ടക്കുന്നുകൾ, പിന്നെ അതൊക്കെ കാണാൻ കണ്ണിന് എത്ര ആസ്വാദ്യകരമെന്ന് അറിയാം. നമ്മൾ എത്ര ടെൻഷനാണെങ്കിലും നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റും. നോക്കി, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടവർ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്നില്ല, അതിനു മുമ്പ് ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇത് ബ്ലോസം ഹൈഡൽ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. മൂന്നാറിന് മുമ്പാണ്, മൂന്നാറിലേക്ക് എത്തുന്നതിന് മുമ്പ്. ഒരു സൈഡിലെ ഒരു ചെറിയ നദി പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. പിന്നെ ഒത്തിരിയേറെ പൂക്കളാലും വെള്ളത്താലും അങ്ങനെ അലങ്കൃതമായൊരു പാർക്കാണിത്. ശരിക്കും ഇറ്റ് ഈസ് കോൾഡ് ബ്ലോസം. കണ്ടോ അവരെങ്ങനെയാണ് ഇത് എല്ലാം, അവരുടെ ക്രിയേറ്റിവിറ്റി നോക്കിയേ, എത്ര നന്നായിരിക്കുന്നു. നിങ്ങൾ മൂന്നാറിൽ വരികയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജാനുവരി ഈ 3 months വിൻ്റർ ടൈമിൽ വേണം വരാൻ കേട്ടോ. കാരണം ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അതായത് കാശ്മീർ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ സമയമാണ്. പക്ഷേ ട്രാഫിക്കൊക്കെ ഹെവി ട്രാഫിക്കാണ്. അത് ഞാൻ മുമ്പേ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തോപ്രാംകുടിയിൽ നിന്ന് ഞാൻ വരുന്നതുകൊണ്ട് അവിടുന്ന് 40 കിലോമീറ്ററേ ഉള്ളൂ മൂന്നാറിന്. ഇത് അവിടെ ഒരു ചോക്ലേറ്റ് ഹോൾസെയിൽ ഷോപ്പുണ്ട്. മീൻസ് ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ്. പിന്നെ അതിനകത്ത് പലതരം സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. കോഫി പൗഡർ, ടീ പൗഡർ, ഇതെല്ലാം തന്നെ. അത് ക്വാളിറ്റി, അതിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ്. അത് വാങ്ങേണ്ടവർക്ക് വാങ്ങിക്കാം. മറ്റുള്ള ഷോപ്പുകളിൽ നിന്നും ഔട്ട്ലെറ്റിൽ മേടിക്കുന്നതിനേക്കാളും ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് ഇവിടെ ഒരു ക്യാൻറ്റീനുണ്ട്. നമുക്ക് സ്നാക്സ്, ടീ അതെല്ലാം അവൈലബിൾ ആണ്. ഐസ്ക്രീം. ഇറ്റ് ഈസ് കോൾഡ് ചോക്ലേറ്റ് സിറ്റി. പിന്നെ ഇത് നമ്മുടെ റോപ്പ് ട്രാവൽ, അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയി തോന്നി. എല്ലാം ഈ പാർക്കിനുള്ളിൽ തന്നെയാണ്. ഏകദേശം 200 മീറ്റർ 250 മീറ്റർ ഉണ്ടാവും. പിന്നെ ഫിഷ് സ്പാ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അവിടെ.
അതായത് ഫിഷിനെ കൊണ്ട്, അതായത് നമ്മുടെ കാലിലുള്ള ഡെഡ് സ്കിന്നെല്ലാം ക്ലീൻ ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് അത്. ഞാൻ ചെയ്യാണ്ടിരുന്നിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു, കാരണം എനിക്കൊരു ഡിസ്കംഫോർട്ടാണ് ഫീൽ ചെയ്തുകൊണ്ട് പിന്നെ അത് ചെയ്തു. അത് നല്ലതെന്നാണ് പറയുന്നത് എല്ലാവരും. പിന്നെ ഞങ്ങൾ അവിടുന്ന് മൂന്നാറിലേക്ക് പിന്നെ യാത്ര തുടരുകയാണ്. ക്ലൈമറ്റ് പതിയെ മാറി തുടങ്ങി. ഈവനിങ് ആകുമ്പോഴത്തേന് ഈവനിങ് അല്ല, ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വെതർ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്താൻ പോവാം. മൂന്നാറിനൊരു 3 കിലോമീറ്റർ ഇപ്പുറം തന്നെ. കാരണം എന്നാ തിരക്കാണെന്നറിയാം. ആൾക്കാരെല്ലാം എസ്റ്റേറ്റിലേക്ക് കയറി, ടീ എസ്റ്റേറ്റിനുള്ളിലേക്ക് കയറി ഫോട്ടോ എടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. ലാസ്റ്റ് അതിൻ്റെ സൂപ്പർവൈസർ വന്ന് നമ്മളെ ഷൗട്ട് ചെയ്ത് പുറത്തേക്ക് അയച്ചു. പറഞ്ഞത് മീൻസ് ഇൻസൈഡ് ഏരിയ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു സീ. ഇങ്ങനെ പൈൻ മരങ്ങളുടെ തന്നെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം. അതിനോട് ചേർത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നദി, അതായത് ഡാമിലെ വെള്ളം വന്ന് കിടക്കുന്നതുകൊണ്ട് ആ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ വെള്ളമാണ് കയറി കിടക്കുന്നത്. കണ്ടോ, നല്ല വട്ടക്കുന്ന്. ഫോട്ടോഗ്രാഫി ഒക്കെ വളരെ നല്ല സ്ഥലങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ ഉള്ളിലോട്ട് ഇറങ്ങാനൊന്നും അലോ ചെയ്യുന്നില്ല അവർ. ഇതെല്ലാം പൈൻ മരങ്ങളാണ്. പല ഷൂട്ടിങ്ങിലും സിനിമ ഷൂട്ടിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം നേരിട്ട് കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി. അപ്പോൾ നിങ്ങളേവരെയും ഞാൻ മൂന്നാറിലേക്കും വട്ടവടയിലേക്കും കാന്തല്ലൂരിലേക്കും ഈ സ്പ്രിംഗ് സീസൺ സമയം, വിൻ്റർ സീസണിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളേവരും വരണം. വന്ന് 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തിയും സുഖമൊക്കെ തോന്നുകയുള്ളൂ. പിന്നെ ഞങ്ങൾ മൂന്നാറിൽ നിന്നും വട്ടവട എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. വട്ടവട, അവിടെയാണ് നമ്മൾ പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ തണുപ്പ്. മൂന്നാർ കടന്ന് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹ്യൂജ് ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ല. കാരണം ഇവിടുന്ന് 44 കിലോമീറ്ററേ ഉള്ളൂ വട്ടവട എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, മൂന്നാർ ടു വട്ടവട. പക്ഷേ ഈ 44 മണിക്കൂർ ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ടാണ് ചെന്നത്. കാരണം 1:15 മണിക്ക് ഞങ്ങൾ മൂന്നാർ വിട്ടതാണ്. മൂന്നാർ ടൗൺ വിട്ടു. വട്ടവട എത്തിയപ്പോൾ തന്നെ ഏകദേശം 6:45 7 മണിയായി. അത് ഈ പീക്ക് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ അല്ലെങ്കിൽ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം, മൂന്നാർ മാട്ടുപ്പെട്ടി. കേട്ടില്ലേ ഒരു പടം, നമ്മൾ മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന് പറഞ്ഞ പടം, നമ്മുടെ മുകേഷും പിന്നെ ബൈജു അഭിനയിച്ച തകർത്താടിയ പടം. പോയപ്പോൾ ഞാൻ കാണിച്ചു തരാതെ മാട്ടുപ്പെട്ടിയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. സാധാരണ ബോട്ടുകളും ഉണ്ട്, സ്പീഡ് ബോട്ടുകളും ഉണ്ട്. സ്പീഡ് ബോട്ടിന് പെർ ഹെഡ് 400 രൂപ തോന്നുന്നു അവർ ചാർജ് ചെയ്യുന്നത്. ധാരാളം ആൾക്കാർ പിന്നെ ബോട്ടിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്.
ഇവിടെയും കോട്ടേജസ് സൂട്ട് റൂംസൊക്കെ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മാട്ടുപ്പെട്ടിക്ക് മുമ്പ് ഞാൻ വിട്ടുപോയി അത്, എക്കോ പോയിൻ്റ്, എക്കോ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട ബോട്ടിങ്ങിനായിട്ട് മാത്രമുള്ള സ്ഥലം ഇവിടെ. അതായത് നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറി. കണ്ട ബോട്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ഇത് കണ്ടോ, 2 കൊമ്പന്മാർ നിൽക്കുന്നുണ്ടോ മുകളിൽ, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കേ. ഇത് വളരെ റെയറായിട്ടേ കാണാൻ സാധിക്കൂ. ഫോറസ്റ്റ് ടുഡേസ് ലക്കി ഡേ ഐ തിങ്ക് സോ. എല്ലാ യാത്രക്കാരും റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുപ്പാണ്. ഇതാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്. അപ്പോൾ ഇവിടെ പക്ഷേ കയറി കാണാനൊരു നിർവാഹമില്ല. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ട്. റോഡിൻ്റെ 2 വശം തന്നെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, സോളാർ ലൈൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നത് റിസ്ക്കാണ്. ഇനിയാണ് നിങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കേണ്ടത് ഗൈസ്. ഓക്ക് മരങ്ങൾ, പൈൻ മരങ്ങൾ കണ്ടോ, മൊട്ടക്കുന്നുകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഷൂട്ടിങ്ങിനൊക്കെ വെരി വെൽ ലൊക്കേഷനാണ്. നിരവധി പടങ്ങൾ ഇവിടെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനൊരു കവിയാണ്, ശരിക്കും ഈ പ്രകൃതി കണ്ടിട്ട് ഒരു പാട്ടൊക്കെ എഴുതിയേനെ. അല്ലെങ്കിൽ അത് ഇത്രയും സാഹിത്യം നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കണ്ടോ ഈ കുന്ന്, കണ്ടോ മൊട്ടക്കുന്ന്. ശരിക്കും പറഞ്ഞാൽ റിയലായിട്ടുള്ള സംഭവങ്ങൾ ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ച പോലെ നമുക്ക് ഫീലാകുന്നു. പക്ഷേ അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് നമുക്ക് പറയാം. യാത്ര തുടരുകയാണ്. ഇതാണ് നമ്മളെ എക്കോ പോയിൻ്റ് എന്ന് പറയും. എക്കോ പോയിൻ്റ് നമ്മൾ സൗണ്ട്, അത് ഇവിടെ നമ്മൾ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കരയിൽ നിന്ന് അതിൻ്റെ എക്കോ നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റും. ഇത് വട്ടവട ടോപ്പ് സ്റ്റേഷൻ എന്നാണ് ഞാൻ ഇത് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. വട്ടവട സ്റ്റേഷൻ അല്ല കേട്ടോ, അത് ഞാൻ കറക്റ്റ് ചെയ്തോളാം. കണ്ടോ നമ്മുടെ ഒരു കുരങ്ങപ്പനെ ഇരിക്കുന്നുണ്ടോ, അവനെന്തോ വികൃതി, വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. ഞങ്ങളൊരു പഴം കൊടുത്തു അവന് കഴിക്കാനുണ്ട്, പക്ഷെ അങ്ങനെ കൊടുക്കരുതെന്നാണ് നിയമം. കാരണം നമ്മളിപ്പോൾ കൊടുത്തിട്ട് പോകും, പിന്നെ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ തൊടുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കുന്നതിന് കൊടുക്കാൻ പാടില്ല.
ഏകദേശം നമ്മൾ ഇനിയിപ്പം വട്ടവടയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഇനി ഏകദേശം 6-7 കിലോമീറ്ററേ ഉള്ളൂ. കണ്ട ഇവിടെയൊക്കെ മഞ്ഞ് ഇറങ്ങി തുടങ്ങിയ നല്ലപോലെ നല്ല തണുപ്പാണ്. കാരണം വിൻഡോ കാറിൻ്റെയൊക്കെ നമ്മൾ ഗ്ലാസ് ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തണുത്ത കാറ്റടിക്കുന്നത്. എന്നാ ട്രാഫിക്കാണെന്ന് നോക്കിയേ, ഹെവി ട്രാഫിക്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അതായത് 44 കിലോമീറ്റർ അല്ലെ 45 കിലോമീറ്ററേ ഉള്ളൂ വട്ടവടയിലേക്ക്. നമ്മളത് എത്തിയ ദൂരം നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അല്ലെ 3/4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് നമ്മൾ സമയമെടുത്ത് 5.5-6 മണിക്കൂർ എടുത്താണ് എത്തിയത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഉണ്ടല്ലോ, വാഹനം ഓടിക്കുമ്പോൾ ഒരു ക്ഷീണമോ അങ്ങനെയൊന്നുമല്ല, നല്ല റോഡുകളാണ്. പിന്നെ നമ്മൾ ഈ 2 സൈഡിലുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴേ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം ഫീൽ ചെയ്തില്ല. ഞാൻ അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എത്തി. വട്ടവട താഴെ സ്റ്റേഷൻ. ഹലോ ഗൈസ്, അങ്ങനെ പഴന്തോട്ടം, അതായത് നമ്മൾ വട്ടവട എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഗൈസ്. അതായത് ഈ കണ്ടോ എത്രമാത്രം എക്സ്ട്രീം കോൾഡാണ്, ശരിക്കും 0 ഡിഗ്രി തന്നെ. കാരണം ഗ്ലാസ്സിന് ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. നോക്കി, ഒരു രക്ഷയില്ല തണുപ്പ് കൊണ്ട്. പിന്നെ വട്ടവടയെ പറ്റി പറയുകയാണെങ്കിൽ, വട്ടവട എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്. അതായത് പിന്നെ അധികം ഷോപ്പുകളൊന്നുമില്ല. ഒരു സമുദ്രനിരപ്പിൽ നിന്നും 8442 അടി ഹൈറ്റിലാണ് ഈ വട്ടവട എന്ന് പറയുന്ന സ്ഥലം. പിന്നെ അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ കൃഷി എന്ന് പറയുന്നത് ഈ പച്ചക്കറി കൃഷികളും പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ കൃഷി. സീസൺ അനുസരിച്ച് കൃഷിയുണ്ട്. പിന്നെ ഇതുണ്ട് ഇവിടുത്തെ മഞ്ഞും. പിന്നെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് പുറകിൽ തന്നെ, അത് ഈ കോട്ടേജിന് പുറകിൽ തന്നെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. ഇത് നേരം വെളുത്തു, ഞങ്ങൾ രാത്രി നേരം വെളുത്ത സമയത്തെ ഷൂട്ടാണ്. ഒരു 6:30 അങ്ങനെയുള്ള സമയത്തെ. മഞ്ഞുകൊണ്ടും തണുപ്പ് കൊണ്ടും ഒരു രക്ഷയില്ല ഗൈസ്. മൂന്നാറിൽ ഇത്രയും തണുപ്പില്ല കേട്ടോ. മൂന്നാറിൽ എന്ന് പറഞ്ഞാൽ ഒരു 16 ഡിഗ്രി, 15-16 16 ഡിഗ്രിയേ ഉള്ളൂ അവിടുത്തെ തണുപ്പ്. പക്ഷേ വട്ടവട അടിപൊളി തണുപ്പ് തന്നെ. ഇതിന് പുറകിൽ കണ്ടോ, ഇതിന് പുറകിലൊരു വഴി കാണുന്നുണ്ടോ? ഈ വഴിയിലൂടെ വാട്ടർഫോളിൻ്റെ സൈഡിലേക്ക് നമുക്ക് നടന്നു പോകാം. കണ്ടോ, നല്ല രസമല്ലേ? ഇതാ കോട്ടേജിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെയാണ്. താഴെ വട്ടവടയിൽ നിന്ന് നമുക്ക് ജീപ്പിനെ കയറി വരാൻ പറ്റുള്ളൂ. കാരണം റോഡ് അതുപോലെ വളവും തിരിവാണ്. കാരണം വട്ടവട ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ടോപ്പിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ KTDCയുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തന്നെ ആപ്പിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ താഴെ എത്തി. ഇതൊരു ഹണി എംപോറിയം എന്ന് പറയും. പിന്നെ ബി എംപോറിയം, തേനീച്ച വളർത്തലിന് പിന്നെ തേനീച്ച എങ്ങനെ വളർത്താം, ഇതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കാണിച്ച്. പിന്നെ ഇത് നമ്മുടെ സ്ട്രോബെറി തോട്ടം. ഇപ്പം ഈ സ്ട്രോബെറി ആയി വരുന്നതേ ഉള്ളേ. ഒരു ജനുവരി സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് 1 kg ഒക്കെ മേടിക്കാൻ പറ്റും. ഇപ്പോൾ 1 kg നമുക്ക് അവൈലബിൾ അല്ല, ഒരു ബോക്സാണ്. ഒരു ബോക്സിന് 150 റുപ്പീസാണ്, അതായത് 150 ഗ്രാം. പക്ഷേ ഓർഗാനിക് ഫാം എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ രാസവളം ഇഷ്ടമൊന്നും ഉണ്ടാക്കിയതല്ലാത്തതുകൊണ്ട് നമുക്ക്
വേറൊരു അസുഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു മെച്ചമേ ഉള്ളൂ. പിന്നെ പച്ചക്കറി സീസണാണെങ്കിൽ വളരെ വിലക്കുറവാണെന്ന് പറഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങൾ മൂന്നാറിലേക്ക് തന്നെ പോവുകയാണ്. ഒരു ദിവസം വട്ടയുടെ സ്റ്റേ ചെയ്തു. ഞാൻ ഒരു ദിവസം കൂടെ അവിടെ താമസിക്കണമെന്ന് തോന്നിയിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇനിയൊരു പ്രാവശ്യം കൂടെ വരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ മൂന്നാറിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഇരവികുളം ഒരു ടൂറിസ്റ്റ് പാർക്കുണ്ട്, ഇരവികുളം പാർക്ക്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അതിനാണ് ഞങ്ങൾ മൂന്നാറിൽ സ്റ്റേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ യാത്ര നേരെ പോയി കഴിഞ്ഞാൽ 10 മണിയാവുന്നതിന് വീട്ടിലെത്താം. അപ്പം മൂന്നാറിൽ ഞങ്ങൾ റോയൽ റിട്രീറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ബുക്ക് ചെയ്തത്. ഏകദേശം 4750 രൂപയായി. പക്ഷേ നല്ല ഫെസിലിറ്റിയാണ് ഹോട്ടലിൽ. കാരണം അത് വേറെ റൂംസ് ഒന്നും ഇല്ലായിരുന്നു, ഒറ്റ റൂം കാലിയായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കോസ്റ്റ്ലി ആയി പോയത്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് ഈ ഹോട്ടൽ റിസപ്ഷന്. അത് പുറത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും നല്ല രസമാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. കണ്ടോ, നൈറ്റിലെ വ്യൂ ഉണ്ടോ ഹോട്ടലിലെ? അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും ഞങ്ങളിനി ഇരവികുളം പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ വരയനാടുകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒത്തിരിയേറെ ആടുകളുണ്ട്. ഏകദേശം മൂന്നാറിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം. ഇതാണ് കോയമ്പത്തൂർ റോഡാണ്. ഇത് ഞങ്ങളെത്തിയ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. കണ്ടോ എന്തൊരു തിരക്കാണെന്ന് നോക്കിയേ. ഇതിൽ ബസ്സിൽ നമ്മളെ സ്പോട്ടിലെത്തിക്കും. 200 രൂപയാണ്, 200 റുപ്പീസാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ ബസ്സിൽ കയറി 35 പേരെ ബസ്സിൽ ആ സ്പോട്ടിൽ വിട്ടു. ഇവിടുന്ന് നമ്മൾ ഏകദേശം ഈ ഹൈറ്റിലേക്ക് നമ്മൾ പോകണം. ഇനി ജീപ്പിന് ഈ വണ്ടികളുണ്ട്, വാഹനങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാം. ഞങ്ങൾ നടന്നാണ് പോയത്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ടോപ്പിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മൾ KTDCയുടെ തന്നെ, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് തന്നെ റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ വരയനാട്. അവനിങ്ങനെ നമ്മുടെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കും. ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് ഇത് കാണാതെ പോയാൽ ഒരു നഷ്ടമായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ.
ഈ ഇരവികുളം നാഷണൽ പാർക്കിന് മുകളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആനയും പിന്നെ കടുവയും എല്ലാം തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതും കണ്ടു. ഇനിയിപ്പം ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് യാത്ര പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ പോകുന്ന വഴിക്കുള്ള, അതായത് മൂന്നാർ കഴിഞ്ഞുള്ളൊരു ഡാമാണത്. ഇവിടെയും ബോട്ട് സർവീസ്. വരുന്ന വഴിക്ക് ഒരു ശ്രീ അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രം കണ്ടു. അതുപോലെ തന്നെ ഒരു മനോഹരമായൊരു പള്ളിയും കണ്ടു. അപ്പം ഗൈസ്, നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനിയും ഒരു പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നിടം വരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. മൂന്നാർ ടു വട്ടവട 45 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ എല്ലാവർക്കും ബൈ.